നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ജനനായകൻ ഓഡിയോ ലോഞ്ചിൽ ആവേശം നിറച്ച് വിജയിയുടെ പ്രസംഗം. ആരാധകർക്കായി സിനിമ തന്നെ ഉപേക്ഷിക്കുകയാണെന്നും ആരാധകർ കാണിച്ച സ്നേഹത്തിന് നന്ദിയും കടപ്പാടും തീർത്തിട്ടേ പോകൂ എന്നും വിജയ് പറഞ്ഞു. ആരവങ്ങളോടെയാണ് വിജയുടെ വാക്കുകൾ ആരാധകർ സ്വീകരിച്ചത്. വിജയുടെ വാക്കുകൾ: അങ്ങനെ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. അവസാന ചിത്രം എന്ന് പറയുമ്പോൾ വേദനയുണ്ട്. എന്ത് ചെയ്യാം? തമിഴ് സിനിമ ആരംഭിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. അത്രയും വർഷങ്ങൾക്കുള്ളിൽ തമിഴരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ആഘോഷത്തിലും കുടുംബത്തിലും ജീവിതത്തിലും രാഷ്ട്രീയത്തിലും എന്ന് വേണ്ട എല്ലാ മേഖലകളിലും കലർന്നു നിറഞ്ഞു നിൽക്കുകയാണ് സിനിമ. അങ്ങനെയുള്ള തമിഴ് സിനിമയിൽ ഞാനും ചെറിയൊരു ഭാഗമായിരുന്നുവെന്ന് ആലോചിക്കുമ്പോൾ സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. സിനിമ വിട്ട് എന്തിനാണ് പോകുന്നത് എന്ന് എല്ലാവരും ചോദിക്കുന്നു. സിനിമ വലിയൊരു കടലാണ്. അതിന്റെ തീരത്ത് ചെറിയൊരു മണൽ വീട് കെട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനെ വലിയൊരു മാളികയാക്കിയത് നിങ്ങൾ പ്രേക്ഷകരാണ്. എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച എന്റെ ആരാധകർക്കായി ഞാൻ സിനിമ തന്നെ ഉപേക്ഷിക്കുന്നു. ഈ വിജയ് വെറുതെ നന്ദി എന്ന് പറഞ്ഞു പോകുന്ന ആളല്ല. നന്ദിയും കടപ്പാടും തീർത്തിട്ടേ പോകൂ. 2023 ജനനായകന്റെ ചർച്ചകൾ തുടങ്ങുന്നത്. ആ സമയത്ത് തന്നെയാണ് എന്റെ രാഷ്ട്രീയ പ്രവേശനവും ഞാൻ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഞാൻ എന്റെ നിർമ്മാതാവിനോട് പറഞ്ഞു, ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ഞാൻ മറ്റൊരു ട്രാക്കിൽ പോകുകയാണ്. ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഈ പടം ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അവർ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചതേയില്ല. എന്തായാലും പടം ചെയ്യുന്നു എന്ന നിലപാടിലായിരുന്നു അദ്ദേഹം. ഇങ്ങനെയൊരു നേരത്തും എന്റെ പടം നിർമ്മിച്ചതിൽ ഒരുപാട് നന്ദി. ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടോ ഇല്ലയോ എന്നതല്ല കാര്യം, ശക്തമായ എതിരാളികൾ ഉണ്ടായിരിക്കണം. അല്ലാതെ ചുമ്മാ വരുന്നവരെയും പോകുന്നവരെയും എതിർത്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ശക്തരായവരെയല്ലേ നമുക്ക് എതിർക്കാൻ പറ്റുക. അപ്പോഴാണ് നമ്മുടെ ജയത്തിനും ഒരു മഹത്വം ഉണ്ടാകൂ. ഇപ്പോൾ നമ്മെ കുറിച്ച് ചിലർ പ്രചരിപ്പിക്കുന്ന ഒരു ട്രോൾ ഉണ്ട്. വിജയ് എന്താ ഒറ്റയ്ക്കാണോ അതോ അണികൾക്കൊപ്പമാണോ വരിക എന്ന്. ഞാൻ എല്ലായ്പ്പോഴും ഒറ്റയ്ക്കായിരുന്നു. 33 വർഷമായി ഞാൻ നിങ്ങൾക്കൊപ്പമല്ലേ, ജനങ്ങൾക്കൊപ്പമല്ലേ ഞാൻ ഉണ്ടായിരുന്നത്. നിങ്ങളല്ലേ എന്റെ അണികൾ. അപ്പോൾ ഞാൻ എങ്ങനെ ഒറ്റയ്ക്കാകും? സസ്പെൻസ് ഉണ്ടെങ്കിലേ രസമുള്ളൂ. വെറും കയ്യടികൾക്കല്ല ഞാൻ സംസാരിക്കുന്നത്, മനസ്സിൽ നിന്നാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അത് വെറും സംസാരത്തിൽ ഒതുക്കില്ല, ചെയ്തു കാണിക്കും. അതിനേക്കാൾ പ്രധാനം ചെയ്യുന്നതേ പറയാവൂ എന്നതാണ്. 2026 ചരിത്രം ആവർത്തിക്കും. നെഞ്ചുക്കുൾ കുടിയേറും എന്ന പാട്ട് പാടിയാണ് വിജയ് പ്രസംഗം അവസാനിപ്പിച്ചത്. വിജയ്ക്കൊപ്പം കാണികളും ആ പാട്ടിൽ പങ്കുചേർന്നു. ഏറെ വൈകാരികമായാണ് പാട്ടിലെ ഓരോ വരികളും വിജയ്ക്കൊപ്പം സദസ് ഏറ്റുപാടിയത്. സിനിമയെ വെല്ലുന്ന മാസ് എൻട്രിയുമായാണ് മലേഷ്യയിൽ നടക്കുന്ന ഓഡിയോ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ വിജയ് എത്തിയത്. പ്രൈവറ്റ് ജെറ്റിൽ വന്നിറങ്ങുന്ന വിജയുടെ വീഡിയോ വൈറലായി. വിജയുടെ അവസാന ചിത്രം എന്ന പേരിൽ ശ്രദ്ധയാകർഷിച്ച സിനിമ കൂടിയാണ് ജനനായകൻ. വിജയ് സിനിമാ ജീവിതം അവസാനിപ്പിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിനാൽ ചിത്രത്തിന്റെ വിശേഷങ്ങൾ ഏറ്റെടുക്കുകയാണ് ആരാധകർ. ദളപതി തിരുവിഴ എന്നാണ് മലേഷ്യയിൽ നാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഓഡിയോ ലോഞ്ചിനെ വിശേഷിപ്പിച്ചത്. ജനനായകനിൽ സംഗീതമൊരുക്കിയ അനിരുദ്ധിന്റെ നേതൃത്വത്തിലാണ് ഓഡിയോ ലോഞ്ച്. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ 2026 ജനുവരി 9 പൊങ്കൽ റിലീസായി തിയേറ്ററുകളിലെത്തും. വിജയുടെ അഭിനയ ജീവിതത്തിലെ അവസാന ചിത്രം എന്ന പ്രത്യേകത കൂടി ഉള്ളതിനാൽ ജനനായകൻ ആരാധകരും സിനിമാ പ്രേമികളും ഒരുപോലെ കാത്തിരിക്കുന്ന ചിത്രമാണ്. ബേബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവൻ മേനോൻ, നരേൻ, പ്രിയാമണി, മമിത ബൈജു എന്നിവർ ചിത്രത്തിലെ പ്രധാന റോളുകളിലെത്തുന്നു. വെങ്കട് കെ നാരായണനാണ് KVN പ്രൊഡക്ഷന്റെ പേരിൽ ജനനായകൻ നിർമ്മിക്കുന്നത്. ജഗദീഷ് പളനിസ്വാമിയും ലോഹിതൻ കെയുമാണ് സഹനിർമ്മാണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.